ഇന്ന് വാടാ ഒന്നും. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ. ഇന്നത്തെ വീഡിയോ ചലഞ്ച് ആണ്. ചലഞ്ച് വീഡിയോ ആണ്. എന്താണ് നമ്മുടെ ചലഞ്ചിന്റെ പേര്? ട്രൂത്ത് ഓർ ലൈ ചലഞ്ച്. നമ്മുടെ ട്രൂത്ത് ഓർ ലൈ ആണ് കളിക്കുന്നത്. ഇപ്പൊ നമ്മളൊരു 5 റൗണ്ട് അല്ലേ, 5 റൗണ്ടാണ്. അതേപോലെ തന്നെ നമ്മൾ കുറച്ച് സ്റ്റേറ്റ്മെന്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഒരു 3 സ്റ്റേറ്റ്മെന്റ് ഓരോ റൗണ്ടിലും നമ്മളിങ്ങനെ പറയും. അത് ട്രൂത്ത് ആണോ ലൈ ആണോ എന്ന് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് പറയണം. അതാണ് നമ്മുടെ ഗെയിം അല്ലേ? അപ്പൊ ഗെയിമിലേക്ക് കടക്കല്ലേ? ആരാണ് ഫസ്റ്റ്? പോയിന്റ് ഉണ്ട്. പോയിന്റ് അത് പറയാ, അത് പറഞ്ഞാ മതി, അത് എഴുതിയിട്ടെങ്കിലും വേണ്ട. ഓക്കെ, ആരാ ഫസ്റ്റ്? ചോട്ട് ഫസ്റ്റ് ചെയ്യട്ടെ. ചോട്ട് ഫസ്റ്റ്. എല്ലാ വട്ടം ഞാനാ ഫസ്റ്റ്, ഈ വട്ടം ചോട്ട് ഫസ്റ്റ്. ഫസ്റ്റിലെ പോയിന്റ് കൊണ്ട് തുടങ്ങുന്നത്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ പോയിന്റ് കിട്ടാ നല്ലത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഞാനാണ് ഗൈസ്. അയ്യോ അടി, അതെന്തോ നീ എന്തായാലും ചോദിക്കുന്നത്? എനിക്ക് അറിയത്തില്ലല്ലോ. ശരിയാണ്, ഞാൻ അറിയത്തില്ലല്ലോ. ഞാൻ ആദ്യമത്തെ എന്റെ ഇതാണ് സ്റ്റേറ്റ്മെന്റ് പറയണേ. ഞാൻ പണ്ട് 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഡ്രീം വേൾഡില് ടൂർ പോയിട്ടുണ്ട്. ഡ്രീം വേൾഡില് ടൂർ പോയിട്ടുണ്ട്. അത് ഈ വണ്ടർല പോലുള്ള ഒരു സ്ഥലമാണ്. അവിടെ ഞാൻ 4ാം ക്ലാസ്സിൽ ടൂർ പോയിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഒരു ആവറേജ് പഠിപ്പിയാണ് ഞാൻ. ഒരു ആവറേജ് ആ ഒരു ലെവലിൽ പഠിക്കുന്ന ആളാണ്. പിന്നെ 4th സ്റ്റാൻഡേർഡില് എനിക്ക് മീഡിയം ഹെയർ ആയിരുന്നു ഉള്ളത്. ഓക്കെ, മീഡിയം ഹെയർ മീൻസ് ഇത്രയും ഇപ്പൊ ഉള്ള ഇത്രയും ഇത്ര ഹെയർ എന്ന് വെച്ചോ. ഓക്കെ, അപ്പൊ ഒന്നുകൂടെ ഞാൻ പറയാം. 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ ഞാൻ ഡ്രീം വേൾഡിൽ പോയിട്ടുണ്ട്, ടൂർ പോയിട്ടുണ്ട്. ഞാൻ ഒരു ആവറേജ് സ്റ്റുഡന്റ് ആണ്. അല്ല, 4th സ്റ്റാൻഡേർഡ്, മീഡിയം ഹെയർ ആണ്. ഇതിലേതാ കള്ളെന്ന് പറയൂ. ആവറേജ് സ്റ്റുഡന്റ് ആയിരുന്നു. തെറ്റാണ് പറയണ്ടത്. മനസ്സിലായി പറയാം. ഡ്രീം വേൾഡ് ടൂർ പോയതാണ്. അല്ല, അതിൽ മുടി ഏതെങ്കിലും ഉറപ്പിച്ചു പറ. ചിലപ്പോ ടൂർ പോയി കാണാൻ എന്തായാലും ടൂർ പോയി കാണാൻ ചാൻസ് ഉണ്ട്. പിന്നെ ആവറേജ് പഠിപ്പിയാണ്. കള്ളം മുടി ഇത്രയും മുടിയില്ല. മീഡിയം മുടി വരെ ഉണ്ട് എന്നാണ് ഞാൻ പറഞ്ഞേക്കുന്നത്. മീഡിയം മുടി ഇല്ല. പിന്നെ അതാ കള്ളം. അതാണോ? ഓക്കെ, ശരിയാണ്. 4ൽ പഠിക്കുമ്പോ അത്യാവശ്യം ലോങ് ഹെയർ ആയിരുന്നു ഗൈസ്. ശരിയാണ്. ഡ്രീം വേൾഡിന്റെ ഡൗട്ട് വന്നായിരുന്നു കേട്ടോ. അപ്പൊ അങ്ങനെ പറയാൻ പറ്റത്തില്ലേ? എന്താ വെച്ചാ ഡ്രീം വേൾഡിൽ പോയിട്ടുണ്ടായിരുന്നോ? അങ്ങനെ പറഞ്ഞല്ലേ ഞാൻ. അപ്പൊ ഞാൻ അയച്ചേ ഡ്രീം വേൾഡ് എന്തായാലും ടൂറൊക്കെ പോയി കാണും പഠിക്കുമ്പോ. ഓക്കെ, അപ്പം ചോട്ടിന് 1 പോയിന്റ്. എന്റെ കണ്ണിൽ ഒരു ചെറിയ കൺകുരു വരുന്നുണ്ട്, കാണാൻ പറ്റുന്ന. ഒരു പോയിന്റ് ഉണ്ട്. ഒരു പോയിന്റ്. ഫസ്റ്റ് ക്വസ്റ്റില് നമ്മള് വിജയിച്ച്. നമ്മൾ ഭയങ്കര കൂടുതലുള്ള പയ്യനാണ്. അതെ, ഞാൻ തന്നെ കണ്ടോ. കാരണം ആവറേജ് സ്റ്റുഡന്റ്. പിന്നെന്തായാലും ഡൗട്ട് ഉണ്ടായിരുന്നു. ടൂർ പോയി കാണും, പിന്നെ മുടി. അതാണ് അടുത്ത എന്റെ ചോദ്യം. ഞാൻ പണ്ട് സ്കൂളിൽ പോവാതെ കരഞ്ഞിട്ടുണ്ട്. സ്കൂളിൽ പോകണ്ടെന്ന് പറഞ്ഞു കരഞ്ഞിട്ടുണ്ട്. എന്ന് സ്കൂളിൽ പോവും. ഞാൻ നല്ല പഠിക്കുന്ന കുട്ടിയായിരുന്നു. ഈസി. നല്ല പഠിക്കുന്ന കുട്ടിയായിരുന്നു, അതാ കള്ളം. ഒട്ടും പഠിക്കത്തില്ലായിരുന്നു. ഇല്ലേ? അത് ഈസി അല്ലയോ? അത്ര ഈസി ആയിരുന്നോ?
ഓക്കെ, അപ്പം രണ്ടുപേർക്കും സെയിം 1 പോയിന്റ്. നമ്മളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാൻ പറ്റുന്ന തോന്നുന്നത്. എല്ലാം ബുക്ക് കൊണ്ട് രണ്ടാമത്തെ ആണ്, എനിക്ക് ഡ്രോയിങ് അറിയാം, എനിക്ക് ഡാൻസിങ് അറിയാം, എനിക്ക് കലോത്സവത്തിന് ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട്. കലോത്സവത്തിന് പറിച്ചിട്ടിട്ടുണ്ട് കള്ളം. കലോത്സവത്തിന് ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട് കള്ളം. നിക്ക് ഡ്രോയിങ് അറിയത്തില്ല കള്ളം. ആദ്യമൊന്നുമില്ല നമ്മള് പറയുന്നേ എന്ത് നമുക്ക് പല ഓപ്ഷൻ ചെയ്തോളൂ. ഡ്രോയിങ് അറിയത്തില്ല. ഉറപ്പിക്കുന്നോ? ഉറപ്പിച്ച്. ഗൈസ് തെറ്റാണ് ഗൈസ്. എനിക്ക് ഡ്രോയിങ് അറിയാം. പിന്നെന്ത് കള്ളം? എന്ത് കള്ളം? കലോത്സവത്തിന് ചുമ്മാ പറഞ്ഞത് ഗൈസ്. ശരിയാണ്. ഇല്ല, സെക്കൻഡ് ആയിരുന്നു, ഫസ്റ്റ് കിട്ടിയിട്ടില്ല. ഡ്രോയിങ് എനിക്ക് അറിയത്തില്ല. ഞാൻ എന്നെ പറ്റിക്കാൻ വേണ്ടി കാണിച്ചില്ലേ. ഫസ്റ്റ് പോയിന്റ്. പക്ഷെ ചോട്ടു ഏതെങ്കിലും ഒന്ന് പറയണേ. ആദ്യം ഇങ്ങനെ നമുക്ക് കലോത്സവത്തിന് ഫസ്റ്റ് കിട്ടിയിട്ടില്ല. അല്ല അങ്ങനെ പറ്റത്തില്ല. ഏതെങ്കിലും ഒന്ന് അത് ആലോചിച്ചിട്ട് നന്നായിട്ട് ആലോചിച്ചിട്ട് പറയണം. ഓക്കെ, അങ്ങനെ പറഞ്ഞാൽ ഇനി പോയിന്റ് കിട്ടത്തില്ലേ. അതിങ്ങനെ അപ്പൊ എന്റെ എക്സ്പ്രഷൻ മാറുമ്പോ ഇപ്പൊ കണ്ടുപിടിക്കും. ഏതെങ്കിലും നന്നായിട്ട് ആലോചിച്ചിട്ട് ഏതെങ്കിലും ഒന്നങ്ങ് തറച്ചു പറയണം. ഞാനും ഏതെങ്കിലും ഒന്നാ തറച്ചു പറയുന്നത്. ഓക്കെ. അപ്പം ചോട്ടിന് 2 പോയിന്റ്സ്. അടുത്ത നമ്മുടെ ചോദ്യം 2 പോയിന്റ്. പിന്നെ ഞാൻ സ്കൂളിൽ അടി ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ സ്കൂളിൽ പഠിച്ചപ്പോ ലൈൻ വലിച്ചിട്ടുണ്ട്. ലവ് ചെയ്തിട്ടുണ്ട്. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പം മാന്യനായിരുന്നു. സ്കൂളിൽ പഠിക്കുമ്പോ മാന്യനായിരുന്നു. സ്കൂളിൽ പഠിക്കുമ്പോ അതാ കള്ളം. മാന്യനെല്ലാം എനിക്കറിയാം. അടി ഉണ്ടാക്കിയിട്ടുണ്ട്, പിന്നെ ലൈനും അടിച്ചിട്ടുണ്ട്, അതെനിക്കറിയാം. അടി ഉണ്ടാക്കിയിട്ട് ആരും ഒരു ബോയ്സും കാണില്ല. ഇവ നല്ല അടി ഉണ്ടാക്കി കാണും. അപ്പൊ ഇത് തന്നെ മാന്യനായിരുന്നു. നമ്മുടെ ക്വസ്റ്റ്യൻ എല്ലാം പൊക്കോണല്ലോ. പക്ഷെ എന്റെ കുറച്ചുകൂടെ ട്രിക്കാണ്. എനിക്കപ്പം രണ്ടുപേർക്കും സെയിം പോയിന്റ് ആണ്. അടുത്ത എന്റെ ക്വസ്റ്റ്യൻ ആണ്. എനിക്കും 2 പോയിന്റ്, ഇവനും 2 പോയിന്റ്. ഞാൻ ബൈക്ക് ഓടിച്ചിട്ടുണ്ട്. ഇപ്പൊ മൊത്തത്തിലുള്ളതാണ്. നേരത്തെ ആദ്യം മുതലുള്ളത്, കുഞ്ഞുനാൾ മുതലുള്ള കാര്യം. ഞാൻ ബൈക്ക് ഓടിച്ചിട്ടുണ്ട്. എനിക്ക് അങ്ങോട്ടൊരാളോട് ക്രഷ് തോന്നിയിട്ടുണ്ട്. ഞാൻ പണ്ടേ മേക്കപ്പ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇതിലേതാ? ഇത് എനിക്ക് വണ്ടി ഓടിച്ചിട്ടുണ്ടോ എന്നുവെച്ചാ അങ്ങനെ പറയുന്നില്ല. ഞാൻ ബൈക്ക് ഓടിച്ചിട്ടുണ്ട്. ഇപ്പഴല്ല, കല്യാണത്തിന് മുമ്പത്തെ കാര്യമാണ് പറഞ്ഞത്. എനിക്ക് ക്രഷ് തോന്നിയിട്ടുണ്ട്. ഞാൻ പണ്ടേ മേക്കപ്പ് ഇടാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഏതാ? ട്രിക്കിയ. കള്ളല്ലേ കണ്ടുപിടിക്കുന്നത്. ഒന്ന് പറയണേ, മറ്റേോട് പറയാൻ പറ്റത്തില്ല. ഒന്നുകൂടെ ക്വസ്റ്റ്യൻ പറയണോ? ബൈക്ക് ഓടിച്ചിട്ടുണ്ടെന്നില്ലേ? അത് കള്ളം. ബൈക്ക് ഓടിച്ചിട്ടുണ്ട്, കള്ളം. പണ്ട് ഓടിച്ചിട്ടില്ലല്ലോ. ഓക്കെ, ബൈക്ക് ഓടിച്ചിട്ടുണ്ടെന്നാണ് ചോട് പറഞ്ഞത്. തെറ്റാണ് ഗൈസ്. ഞാൻ പറയാം. അതിലെ ലൈ എന്താണെന്ന് വെച്ചാൽ ഞാൻ പണ്ടേ മേക്കപ്പ് ചെയ്യാൻ ഇഷ്ടപ്പെട്ടിരുന്നു. അതാ. ഇല്ല, പണ്ട് ഞാൻ അത്ര ബ്യൂട്ടി കോൺഷ്യസ് അല്ലായിരുന്നു. എനിക്ക് തോന്നുന്നു ഞാനൊരു 10ാം ക്ലാസ് ഒക്കെ ആയപ്പോഴത്തേക്കാ കുറച്ചുകൂടെ മേക്കപ്പ് അഡിക്റ്റഡ്. ഒരുങ്ങായിരുന്നാലും മേക്കപ്പ് അഡിക്റ്റഡ് 10ാം ക്ലാസ് കഴിച്ചപ്പോഴാ. അങ്ങനെ നേരത്തെ കുഞ്ഞിലെ അങ്ങനെ ഭയങ്കര ഒരുക്കം അങ്ങനെ ഇല്ലായിരുന്നു. അപ്പൊ എനിക്ക് 3 പോയിന്റ്. വണ്ടി ഞാൻ ഓടിച്ചിട്ടുണ്ട്. ഞാൻ വീട്ടിൽ നിൽക്കുന്ന സമയത്ത് വണ്ടി ഓടിച്ചിട്ടുണ്ട്. കൊച്ചുനാളിലല്ല, ഞാൻ വീട്ടിൽ നിന്ന സമയത്ത്. ഞാൻ നേരത്തെ പറഞ്ഞപ്പോഴല്ല, കല്യാണത്തിന് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. 3 പോയിന്റ് എനിക്ക്, 2 പോയിന്റ് ചോട്ടൂന്. അടുത്ത എന്റെ ചോദ്യമാണ്. ചോദിച്ചേ. ഞാൻ ടൂർ പോയ സ്ഥലങ്ങള്.
ഞാൻ ടൂർ പോയിട്ടുള്ള സ്ഥലങ്ങൾ ഇപ്പൊ നീ പേര് ഇതിലേതാണ് പറ. കള്ളന്ന് കണ്ടുപിടിക്കണം. ഓ, ഇത്ര സ്ഥലങ്ങള് പറയും, ആ. ഇതിലേതാ കള്ളന്നുള്ള. ആ, ഓക്കെ ഓക്കെ ഓക്കെ. കോഴിക്കോട് ബീച്ച്, ആ, വരട്ടെ. അച്ചൻകോവിൽ ഫോറസ്റ്റ്, അറിയാം. അടുത്ത താജ്മഹൽ. ക്വസ്റ്റ്യൻ ആണ്. എന്താ കള്ളത്തിന് പോയിന്റ് എനിക്കാണ്, ഞാൻ അങ്ങ് ഇടുക. താജ്മഹൽ ഇതൊരു എല്ലാത്ത ക്വസ്റ്റ്യൻ ആയി പോയി. ചോട് സത്യം പറഞ്ഞ എല്ലാ ക്വസ്റ്റ്യൻസും ഭയങ്കര എനിക്ക് അറിയാവുന്നത് എല്ലാം കൊണ്ടുവരുന്നത്. എന്തേലും കള്ളത്തിനും പറയണ്ടേ, നമ്മള് കള്ളം പറയാൻ പഠിച്ചിട്ടില്ലേ? 4 പോയിന്റ് എനിക്ക്. അപ്പൊ അച്ചൻകോവിലുമായിട്ടുള്ള എനിക്ക് അറിയാം. പിന്നെ ഇവിടെ കോഴിക്കോട് അത് എനിക്കറിയാം, എവിടൊക്കെ പോയിട്ടുണ്ടെന്നുള്ള. നമ്മള് നേരത്തെ പോയിട്ടുണ്ട്, അങ്ങനെ പോയിട്ടുണ്ട്, അതെനിക്കറിയാം. എന്നിട്ട് ആ ക്വസ്റ്റ്യൻസ് ഓക്കെ. എന്റെ പറയട്ടെ, ഈ ഗെയിമിൽ ഞാനായിരിക്കും ജയിക്കുന്നുണ്ട് തോന്നുന്നു. 4 പോയിന്റ് ആയിരിക്കും, 4 പോയിന്റ്. അടുത്ത എന്റെ ക്വസ്റ്റ്യൻ ആണേ. നമ്മള് മൊത്തം 5 ക്വസ്റ്റ്യൻ എടുത്തിട്ടുള്ളൂ. നാലാമത്തെ പറയാണ്. ഞാൻ ടീച്ചറിന്റെ പെറ്റായിരുന്നു. ഓക്കെ. എനിക്ക് ചിക്കൻ പോക്സ് വന്നിട്ടുണ്ട്. പിന്നെ എന്റെ പഴയ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ട് ഞാൻ ഇപ്പോഴും കോണ്ടാക്ട് ഉണ്ട്. എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ട് എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ട് ഞാൻ ഇപ്പോഴും കോണ്ടാക്ട് ഉണ്ട്. ടീച്ചറിന്റെ പെറ്റായിട്ട് പഴയ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടോ? എന്റെ ഏറ്റവും ഫേവറേറ്റ് ബെസ്റ്റ് ഫ്രണ്ട്. പഴയതോ പുതിയതോ എല്ലാം ആവാം. എന്റെ ഫേവറേറ്റ് ബെസ്റ്റ് ഫ്രണ്ട് നിനക്ക് അറിയാവുന്നതാണ്. ആ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ട് ഞാൻ ഇപ്പോഴും കോണ്ടാക്ട് ഉണ്ട്. അപ്പം ഏതാ ഉറപ്പിക്കുന്നു? ശരിയാണ്. 3 പോയിന്റ് ആണ്. എനിക്ക് 4 പോയിന്റ്. ഈ 3 പോയിന്റ്. അപ്പം അടുത്ത എന്റെയാണ്. ഞാൻ LKG പോയിട്ടുണ്ട്. അല്ല, LKG പോയിട്ടുണ്ടോ അതോ ഇല്ലയോ? പോയിട്ടുണ്ടോ? അല്ലല്ല, അടുത്തുണ്ട്. പോയിട്ടുണ്ടോ ഇല്ലയോ? അതെന്തൊരു ക്വസ്റ്റ്യനാ? അതോ ഡയറക്റ്റ് ഒന്നി ചേർത്തതാണോ? ഇതിലേതാ കള്ളം? ഞാൻ LKG പോയിട്ടുണ്ടോ ഇല്ലയോ? എടി, ഞാൻ LKG പോയിട്ടുണ്ട്. ഉണ്ടോ അതോ ഇല്ലയോ? ഇതിലേതാ കള്ളം? ഒന്നിലോട്ടോ? എനിക്ക് മനസ്സിലായില്ല. ഞാൻ LKG പോയിട്ടുണ്ടോ? ഉണ്ടോ ഇല്ലെന്ന് നീ വേണം പറയാൻ, അപ്പോഴല്ലേ എനിക്ക് മനസ്സിലാകത്തുള്ളൂ. ഞാൻ പോയിട്ടുണ്ട്. LKG പോയിട്ടുണ്ട്. പോയിട്ടില്ല. അത് കള്ളമാണോ സത്യമാണോ? പോയിട്ടില്ലെന്ന് പറഞ്ഞ കള്ളം പറഞ്ഞൂടെ, സത്യമായിട്ടും പറഞ്ഞൂടെ? പോയിട്ടില്ല. മൂന്ന് ഓപ്ഷൻസ് അത് 1 പോയിട്ടില്ല, 2 പോയിട്ടുണ്ട്. മൂന്നാമത്തെ ഓപ്ഷൻ ഇത് 2ലും പോയിട്ടില്ല, 1 ഡയറക്റ്റ് ചേർന്നതാ. ഓക്കെ, ഞാൻ പറയാം. കള്ളവില് പറയണ്ടേ? ഇതിലേതാ കള്ളം? പറയാം. LKG പോയിട്ടുണ്ട്. ചോദ്യം കൺഫ്യൂഷൻ ആക്കി കളഞ്ഞ. പോയിട്ടില്ല. 1 പോയിട്ടുണ്ട്, 2 പോയിട്ടില്ല, 3 ഡയറക്റ്റ് ഒന്നിലോട്ട്. കള്ളാ പറയണ്ടേ? ഡയറക്റ്റ് ഒന്നിലോട്ട്. അപ്പം നീ പോയിട്ടുണ്ട്, ഇവൻ പോയിട്ടുണ്ട്, LKG പോയിട്ടുണ്ട്, അപ്പം ഡയറക്റ്റ് ഒന്നിലോട്ട്. ശരിയാ. ഇതല്ലേ? അപ്പൊ എനിക്ക് 5 പോയിന്റ്. LKG ഒക്കെ പോയിട്ടുണ്ട്. അവരൊട്ടും കോപ്പടിച്ചില്ല.
പിന്നെ ഓക്കെ. അപ്പം എനിക്ക് എത്ര മൊത്തം 5 പോയിന്റ്. ചോട്ടന് എത്ര? എനിക്ക് 3 പോയിന്റ്. ഓക്കെ. എന്റെ ക്വസ്റ്റ്യൻ ഒക്കെ തീർന്നില്ലേ? ഇല്ല, എന്റെ ക്വസ്റ്റ്യൻ ഇനിയുണ്ട് ഒരെണ്ണോടുണ്ട്. ഒരെണ്ണൂടെ. അപ്പം എന്റെ കഴിഞ്ഞിട്ട് ഇനി നിന്റെ അടുത്തുള്ളൂ. അപ്പൊ നെക്സ്റ്റ് എന്റെ ആണേ. ഓക്കെ. എനിക്ക് പണ്ട് മുതലേ ഗോൾഡ് ഇടാൻ ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ, ഞാൻ ബാഡ്മിന്റൺ കളിക്കാൻ മിടുക്കിയാണ്. 3, എനിക്ക് എനിക്ക് ചോട്ടുവിന്റെ പച്ച തലമുടി ഇഷ്ടമല്ലായിരുന്നു. ആദ്യമത്തെ പച്ച തലമുടി കള്ളല്ലേ പറയണ്ട? കള്ളം പറയണതിന്റെ കള്ളം. ഒന്നുകൂടെ ക്വസ്റ്റ്യൻ പറയണം. അല്ലല്ല, ഗോൾഡ്. പണ്ടേ ഗോൾഡ് ഇഷ്ടമല്ലെന്നോ? അതാ കള്ളം. ഉറപ്പാണോ? ഗോൾഡ് ഇടാൻ ഇഷ്ടമല്ലായിരുന്നോ ഇഷ്ടമായിരുന്നോ? ഇഷ്ടമല്ല. പണ്ടേ ഗോൾഡ് എനിക്ക് ഇഷ്ടമല്ല. ഗോൾഡിനോട് അങ്ങനെ പണ്ടേ എനിക്ക് താല്പര്യം ഇല്ല. അങ്ങനെ. അടുത്ത ചോദ്യം എന്തായിരുന്നു? പിന്നെ ബാഡ്മിന്റൺ കളിക്കാൻ ഞാൻ നല്ല മിടുക്കിയാണ്. നന്നായിട്ട് കളിക്കാൻ എനിക്കറിയാം. അങ്ങനെ. എനിക്ക് നിന്റെ പച്ച തലമുടി ഇഷ്ടമല്ലായിരുന്നു. പച്ച തലമുടി ഇഷ്ടമല്ലായിരുന്നു. അതാ കള്ളന്നോ? കള്ളം. പറ. കണ്ടിട്ടേ. ഗോൾഡ്. ഉറപ്പിക്കുന്നോ? ശരിയാണ്. കണ്ട, ഞാൻ കൊറേ ട്രിക്കി ക്വസ്റ്റ്യൻസ് കൊണ്ടുവന്നു. ട്രിക്കി ക്വസ്റ്റ്യൻ ഒന്നുമില്ല, ഏതാ ഉത്തരവൊന്നും കള്ളം. അതാ ട്രൂത്ത് ആയിരുന്നെങ്കിൽ കണ്ടുപിടിക്കാൻ ഈസിയാ. പക്ഷെ കള്ളം എന്ന് പറയുമ്പം കണ്ടുപിടിക്കാൻ കുറച്ച് പാടാണ്. അപ്പം ചോട്ടുവിനെ പോയിന്റ് 4 പോയിന്റ്. എനിക്ക് എത്രയാ? എനിക്ക് 5 പോയിന്റ്. ഓക്കെ. അടുത്തറിയാം ആരാ വിന്നറിന്. ചോട്ടിന് ഈ ക്വസ്റ്റ്യൻ അറിയാം ആരാ വിന്നർ. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ പറയൂ. 2 സൈഡ് ലവ് ഉണ്ടായിട്ടുണ്ടോ? എന്നുവെച്ചാ 2 പേര് 2 സൈഡ് ലവ് നിനക്കുണ്ടായി? 2 സൈഡ് ലവ് എനിക്ക് ഉണ്ടായിട്ടുണ്ടോ? അങ്ങനല്ല ചോദ്യം ചോദിക്കുന്നത്. 2 സൈഡ് ലവ് ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് നീ പറയണം, ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറയണം. അങ്ങനെയാണ് പറയണ്ടത്. എടി ഉണ്ടോ ഇല്ലയോ, കള്ളമാണോ സത്യമാണോ? 2 സൈഡ് ലവ് ഉണ്ടോ? പിന്നെ ഒന്നാമത്തത് 2 സൈഡ് ലവ് ഉണ്ടായിട്ടുണ്ടോ? 2 സൈഡ് ലവ് ഉണ്ടായിട്ടുണ്ടോ? ഒന്നാമത്തത് 2 സൈഡ് ലവ് എനിക്ക് ഉണ്ടായിട്ടുണ്ടോ? രണ്ടാമത്തെ പറ. ഇതിലേതാ കള്ളം പറയണം? പറയടാ. അടുത്ത സ്റ്റേറ്റ്മെന്റ്. ലേഡീസ് എന്നെ പ്രപ്പോസ് ചെയ്തിട്ടുണ്ടോ? അല്ലെങ്കിൽ ഏതെങ്കിലും ഗേൾസ് എന്നെ പ്രപ്പോസ് ചെയ്തിട്ടുണ്ടോ? അടുത്ത പറ. എന്നൊക്കെ ഏജ് ആയിട്ടുള്ളവരെ ഞാൻ പ്രപ്പോസ് ചെയ്തിട്ടുണ്ടോ? ഉണ്ടോന്ന് ചോദിച്ചാല് ഉണ്ടോന്ന് വെച്ചപ്പം അറിയാലോ ഇതിൽ ഏതാ കള്ളന്ന്. ഇപ്പൊ ഉണ്ടോന്ന് വെച്ചാല് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഇല്ല. 3 മനസ്സിലായോ? 2 സൈഡ് റിലേഷൻ ഉണ്ടായിട്ടുണ്ടോ അതോ ഇല്ലയോ? ഇതിൽ ഏതാ കള്ളം? അത് കള്ളമാണോ ഇല്ലയോ? ചേട്ടന്റെ ചോദ്യം എനിക്ക് ദേഷ്യം വരുന്നു. എന്തൊരു ചോദ്യം. അടുത്തത് 2 സൈഡ് ലവ് ഉണ്ടായിട്ടുണ്ടോ? പിന്നെ അടുത്തത് മറന്നൊന്നും പോയിട്ടില്ല, എന്റെ ഫോണിലുണ്ട്. അടുത്തത് ഗേൾസ് എന്നെ പ്രപ്പോസ് ചെയ്തിട്ടുണ്ടോ? പ്രപ്പോസ് ചെയ്തിട്ടുണ്ടോ? പിന്നെ നിന്നെങ്കിൽ ഏജ് കൂടിയവരെ ഞാൻ പ്രപ്പോസ് ചെയ്തിട്ടുണ്ടോ? നിന്നെങ്കിൽ ഏജ് കൂടിയവരെ നീ പ്രപ്പോസ് ചെയ്ത് അത് ഉണ്ടോ? അതാണ് കള്ളം. അതാണോ കള്ളം? ശരിയല്ലേ? ഏജിലായിട്ടുള്ള ആരെയും പ്രപ്പോസ് ചെയ്തിട്ടില്ല. ഞാൻ അത് പറഞ്ഞ് കേട്ടിട്ടില്ല ഇതുവരെ, അതുകൊണ്ട് അത് പറഞ്ഞേ. അപ്പോ എത്ര മൊത്തം 6 പോയിന്റ്സ്. ഞാനാണ് ഗൈസ് വിന്നർ. അതെ ഗൈസ്,
എന്റെ കണ്ണ് വയ്യ അപ്പം. അതുകൊണ്ടാണ് തോറ്റത്. അതെ. ഇതെല്ലാം ഞാൻ ഇച്ചിരി ട്രിക്കി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആ ചോദിച്ചത്. ഇച്ചിരി നല്ല ചോദ്യങ്ങൾ. എത്രത്തോളം ശരിയായെന്നൊന്നും നമുക്കറിയത്തില്ല. ആണോ, വലിയ നല്ല ചോദ്യങ്ങളായിരുന്നു ചോട്ടുന്റെ ചോദ്യങ്ങള്. ദേഷ്യം വന്നു, ഒരുമാതിരി വല്ലാത്ത ചോദ്യങ്ങള്. ഓക്കെ, എന്തായാലും കൊള്ളാം. വിന്നർ എന്തായാലും ഞാനാണ്. എത്ര പേരുണ്ട്? എനിക്ക് 4 പോയിന്റ്, എനിക്ക് 6 പോയിന്റ്. അപ്പൊ 5 ക്വസ്റ്റ്യൻ 6 പോയിന്റ് വരുന്നേ. അതെന്ന് വെച്ചാലേ ഒരു ചോദ്യം നീ ചോദിച്ചിട്ട് അല്ല ഞാൻ ചോദിച്ചിട്ട് അങ്ങനല്ലടാ. നിന്റെ പോയിന്റ്, എന്റെ പോയിന്റ് നിനക്ക് വന്നില്ലേ, അങ്ങനെ വരത്തില്ലേ? സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. പിന്നെ എന്താ, ഞാനാണ് വിന്നർ. അതങ്ങോട്ട് പറ. എല്ലാ ചലഞ്ച് ഞാൻ പറയും ചോട്ടൂസ് വിന്നർ ഞാൻ പറയും. ഇതിൽ ഇവൻ പറയുന്നില്ല. അങ്ങനെ ആദ്യമായിട്ടുള്ള ഒരു ചലഞ്ച് വീഡിയോയില് ഞാൻ വിൻ ചെയ്തേക്കാണ് ഗൈസ്. അപ്പൊ നമ്മളെ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ഓക്കെ, അപ്പം എല്ലാരും വീഡിയോ കാണുന്ന എല്ലാരും പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ. ഓക്കെ, അപ്പം ഒരു ചെറിയ വീഡിയോ ആയിരുന്നു ഇല്ലേ? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എന്തായാലും കണ്ണ് കുരുവാണ് ഗൈസ്, അതാണ് നമുക്കൊരു എനർജി ഇല്ലാത്തത്. അപ്പം എല്ലാരും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതെ, ഞങ്ങളെ കുറ്റം പറയരുത്. ഗൈസ് ബൈ ബൈ.